കോട്ടയത്ത് പി.സി. ജോർജ് സംസാരിക്കുകയാണ്. ശബ്ദ സംരക്ഷണത്തിലേക്ക്. ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരും അംഗങ്ങളും പി.സി. ജോർജ് LDF സ്ഥാനാർത്ഥിയാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി വാസവനും പി.സി. ജോർജ് LDF സ്ഥാനാർത്ഥി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് എനിക്കിനി മാറാൻ പറ്റില്ല. ഞാനാണ് പൂഞ്ഞാലിലെ LDF സ്ഥാനാർത്ഥി. പൂഞ്ഞാലിലെ LDF പ്രവർത്തകരുടെ LDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് പി.സി. ജോർജ് മത്സരിക്കുന്നത്. ബാക്കി ഒരു ചർച്ചയില്ല. എന്റെ നിയമത്തിലെ LDF-കാരിലെ എന്റെ കൂട്ടത്തില അതിൽ എനിക്കെടുത്തുന്നു. അത് ആ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കാം. സാധാരണക്കാരായ പ്രവർത്തകരുടെ സ്ഥാനാർത്ഥിയായി ഞാനും അവിടെ നിൽക്കും. ജനം വോട്ട് ചെയ്യുന്നതനുസരിച്ച് MLA ഉണ്ടാവും. അല്ല, അത് നാളെ പറയാം. നാളെ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ പറയാം. നിങ്ങളെ ചോദിച്ച കാര്യമില്ല. ഞാൻ ഒരു വാക്കുകൊണ്ട് നിർത്തായിരുന്നു. നിങ്ങളുടെ മര്യാദയുടെ പേര് ഇത്രയും പറഞ്ഞതാണ്. ഒരു വാക്കും ഇത് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. LDF CPM-ലെ ഏതോ ഒരു വിഭാഗം എന്നെ ചതിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ച ചെയ്ത് നിങ്ങൾ തീരുമാനിച്ചു. ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതിന് നിങ്ങൾ പറയും. പിന്നെ ഞാനൊരു വറവ് വെട്ടി വെള്ളം കോരിയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇല്ല. ദൈവത്തെ ഓർത്ത് എന്നോട് പിണങ്ങരുത്. സഹകരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. ഒരു മര്യാദയാണ്. മനസ്സിലായല്ലോ. ഞാൻ എന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ടില്ല. അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല. കമ്മിറ്റി കൂടാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഉദ്ധരിക്കരുത്. പിന്നെ കാണാം. നാളെ പ്രചരണമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നാളെ പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രചരണമായിട്ട് ഇറങ്ങി. ഞാൻ എനിക്ക് പ്രചരണം ആവശ്യമില്ല. 360 ദിവസം ജനങ്ങളോടൊപ്പം ജീവിക്കുന്നവൻ. ഇന്ന് എന്റെ നിയോജക മണ്ഡലത്തിലെ കോരുത്തോട്, എരുമേലി, മുണ്ടക്കയം, പാറത്തോട് ഇത്തരം പഞ്ചായത്ത് കഴിഞ്ഞ തീക്കോയി ഇത്തരം പഞ്ചായത്ത് കഴിഞ്ഞാണ് ഈരാറ്റുപേട്ടക്കാരനാണ് ഞാൻ. ഈരാറ്റുപേട്ട കൂടി കോട്ടയത്തിൽ വന്നത്. അപ്പൊ എന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പ്രവർത്തകനാണ്. ഇന്നും 365 ദിവസം ജനങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കുക. ഞാൻ അതിന് പ്രത്യേകം പ്രവർത്തനമൊന്നും ആവശ്യമില്ല. ഇന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അല്ല, ഞാൻ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞ മര്യാദയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം. നാളെ സ്വല്പം കൂടി മാന്യമായി കാര്യങ്ങൾ നിങ്ങളെ വിശദീകരിച്ചു തരാം. നീ മഹാലംബ. അതായത് പി.സി. ജോർജിന്റെ സഹായത്തോടുകൂടി പൂഞ്ഞാറിലും തൊടുപുഴയിലും അടക്കം തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF ഭരണം നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് എന്തായിരിക്കും തീരുമാനം? അതൊക്കെ നാളെ പറയാന്ന് പറഞ്ഞില്ല. അതായത് തോക്കിനകത്ത് ഇവൻ ഞാനൊരു അടി ഉണ്ടാക്കും. എവരോട്ട് അടി ഉണ്ടാക്കാതെ രക്ഷയില്ല. നാളെ എന്നോട് ഇനി ഒരു കാര്യം ചോദിക്കരുത്. നാളെ ചോദിക്കരുത്. നാളെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു. അതൊക്കെ നാളെ പറയുന്നത് നല്ല വർത്താനം പശ്ചാത്തലത്തിലല്ലേ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക ശരിയാണോ? നിങ്ങൾ തന്നെ പറഞ്ഞില്ല എനിക്കത് കമന്റ് കൊടുണ്ടേ. നിങ്ങൾ എങ്ങനെ ശല്യം ചെയ്യാവോ? ഒരു സാമാന്യ നീതി എന്നോട് കാണിക്കുക. നിങ്ങളായിട്ട് പിണങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും. നിങ്ങൾ സമ്മതിക്കല്ലേ? പിന്നെ എന്ത് ചെയ്യും? ഇതേ പി.സി. ഒരു വഴക്കുണ്ടാക്കിയെന്ന് പറയും. മര്യാദയാണോ? പറ. അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടോ നിങ്ങൾ മാറുള്ളോ? പി.സി. ജോർജ് സീറ്റ് നിശ്ചയിച്ചതിനെ കുറിച്ച് പി.സി. ജോർജിന്റെ പ്രതികരണമാണ് കണ്ടത്. LDF സീറ്റ് നിശ്ചയിച്ചതോടെ പൂഞ്ഞാറിൽ പി.സി. ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. LDF തന്നെ ചതിച്ചാലും മത്സരരംഗത്തുണ്ടാകുമെന്ന് പി.സി. ജോർജ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പൂഞ്ഞാറിലേത് സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരമായി മാറും. ചതുഷ്കോണ മത്സരത്തിനാണ് ഇവിടെ സാധ്യത. തീരുമാനമെടുക്കാൻ പി.സി. ജോർജ് വിഭാഗം കോട്ടയത്ത് യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, കൂടുതൽ വിവരങ്ങൾ. കന്നി കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുടെ പി.സി. ജോർജ് വിഭാഗത്തിന്റെ
സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ കോട്ടയത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പി സി ജോർജിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞു. CPM-ലെ ഒരു വിഭാഗം ചതിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നാളെ തന്നെ പ്രചരണം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി VN വാസവൻ അടക്കമുള്ള പൂഞ്ഞാറിലെ CPM CPI-യുടെ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ LDF-ന്റെ സ്ഥാനാർത്ഥിയാകും പി സി ജോർജ് എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് താൻ LDF സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിക്കുക എന്നും അദ്ദേഹം പറയുന്നു. സാങ്കേതികത്വം മാത്രമാണ് LDF സ്ഥാനാർത്ഥിയായി മറ്റൊരാൾ അവിടെ വരിക എന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. ഭാരവാഹികളടക്കം ജില്ലാ സെക്രട്ടറി VN വാസവൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി VN വാസവൻ അടക്കമുള്ളവർ പിന്തുണ അറിയിച്ചിരുന്നതായും PC പറയുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ അദ്ദേഹം വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. CPM-ലെ ഒരു വിഭാഗം ചതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ശേഷം നാളെ ഇതിന്റെ തീരുമാനം എന്ന നിലയിൽ മാധ്യമങ്ങളെ കണ്ട് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പൂഞ്ഞാറിൽ പ്രചരണം ആരംഭിക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കുന്നു. പൂഞ്ഞാറിൽ സീറ്റ് നിഷേധിച്ചതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് PC ജോർജ് പ്രഖ്യാപിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നാളെ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആൽവിൻ തോമസ് ആണ് കോട്ടയത്ത് നിന്ന്.